അപ്പോ എടാ അപ്പോ എണീക്കാൻ. ഇത്ര പെട്ടെന്ന് അമ്മാവനും എത്തിയോ? ഞാനല്ല എത്തിയത്, നീയാ കൂടെ എത്തിയത്. എടാ ഇത് കാളവണ്ടിയാ. ഓ വയസ്സെത്രേ? വയസ്സോ? അല്ല സമയത്രേ? മണി 7 കഴിഞ്ഞു. അയ്യോ തോട്ടത്തിൽ മരുന്ന് കളിക്കുന്ന സമയം കഴിഞ്ഞല്ലോ. 2 ചാക്കുമുട്ട ഇറക്കിട്ടോ. നീ ചാക്കിനകത്ത് കയറി കിടന്നുറങ്ങായിരുന്നു. അപ്പൊ ആരാ വണ്ടി കളിച്ചത്? വണ്ടി ആരും തെളിക്കണ്ട, ഇത് ഒട്ടകീറ താനെ തെളിഞ്ഞോളും. നീ 2 ചാക്കുമുട്ട ഇറക്കിട്ടെ. ഇതിന് ഇവിടെ ഇറക്കണേ? ഇത് നിന്റെ വീട്ടിൽ ഇത് എന്റെ വീട് തന്നെ അല്ലടാ. ഇങ്ങോട്ട് ഇറക്കിടാ. എടുത്തോ. എടാ മണി, ഞാൻ എങ്ങനെയാ പൊക്കണത്? ഒന്ന് പൊക്കിത്താ. പൊക്കിക്കോടാ. അങ്ങോട്ട് 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 അങ്ങോട്ട്. എന്ത് കാട്ടണേ? കൊണ്ടുപോയേക്കടാ അമ്മവാ. ഓ അയ്യോ, ഈ വാതിലൊന്ന് പൊക്കി വെച്ചോടോ മനുഷ്യ. അങ്ങോട്ട് ഒതുക്കി വെക്കടാ. 10 പൈസ ചെലവില്ലാതെ ഒതുങ്ങി കിട്ടിയതല്ലേ, ഇനി താൻ എങ്ങ് ഒതുക്കി വെച്ചാ മതി. അതിന് നിനക്കെന്താ അത്ര ചൊറിച്ചല്? എങ്ങനെ ചൊറിയാതിരിക്കും? നിങ്ങളുടെ മോൾ അവൻ കെട്ടാൻ പോണെന്നും പറഞ്ഞ് നാരങ്ങ പിഴീണ പോലല്ല അവനെ പിഴിയണത്. മോളെ കെട്ടാൻ പോണവന്റെ കയ്യിൽ നിന്ന് വാങ്ങി നക്കാനേ രാമോളമ്പ രണ്ടാമത് ജനിക്കണം. ഞാൻ രാജവംശത്തിൽ പറഞ്ഞവനാ. അവൻ ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്നതേ അവൻ കൃഷി ചെയ്യുന്ന എന്റെ ഭൂമിയിലായതുകൊണ്ട്. അതവൻ വില തന്നു വാങ്ങിയതല്ലേ? വില തന്നു വെച്ച് പണ്ട് മഹാരാജാവ് കരമൊഴിവാക്കി തന്ന പവിത്രമായ മണ്ണ് ഞാൻ വിട്ടുകൊടുത്തില്ലേ? അതിന്റെ പേരിൽ അവനെത്തി നന്ദി കാണിച്ചാൽ നിനക്കെന്താടാ പന്നി ഇത്ര തരണം? പോയി മറ്റേടാക്കെടുത്തോടാ. എണ്ണയുടെയും കുഴമ്പിന്റെയും കാര്യമൊന്നും അമ്മായി പറഞ്ഞില്ല. പക്ഷെ ഞാനത് ഓർത്തു. മനഃപൂർവ്വം പറയുന്നതാ അപ്പോ. നീ ഇങ്ങനെ വാരിക്കോരി ചെലവാക്കണം കാണുമ്പോ എനിക്ക് സങ്കടം. അമ്മായി എന്തിനാ സങ്കടപ്പെടുന്നേ? എന്റെ അമ്മയും അമ്മായിയും ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല. ആ അമ്മൂ സീതയ്ക്ക് എന്തി? അമ്മ ചേച്ചി 2 തൊട്ടി വെള്ളമെങ്കിലും കോരിത്താ. അതിപ്പോ നനച്ചിട്ടെന്തിനാ? അതിന് പൊന്നു വിളയോ? കിട്ടിയോ? ആ ചൊളിയോ ലാച്ചയോ? അതൊന്നുമല്ല, ചുടുകാറ. നീ പറഞ്ഞ കളർ തന്നെ കിട്ടി. ഇനി ഫീസ് കൊടുത്തില്ല എന്നും പറഞ്ഞ് കോളേജ് പോകാതിരിക്കണ്ട. എനിക്ക് വേണ്ട. ഇതിന്റെ പേരിൽ ക്ലാസ്സിൽ ഒന്നിന് മൂച്ച് കാണിക്കാനല്ലേ? അതാ മുതലാളിയുടെ മോൻ നിന്നെ ശല്യപ്പെടുത്തി അറിഞ്ഞിട്ടല്ലേ ഞാന്. ശല്യപ്പെടുത്തിയതൊന്നും അല്ല, ഞാൻ കൊടുത്ത ലെറ്ററിന് അയാൾ മറുപടി വന്നത്. ആരെങ്കിലും നോക്കാണ്ട് പറ്റുമോ? എത്ര നാളാ ഇങ്ങനെ വല്ലവരുടെയും ചെലവിൽ കഴിയണേ? എന്താടി നീ പറഞ്ഞത്? വല്ലവരോ? മേലിൽ ഇങ്ങനൊന്നും പറയരുത്. അപ്പൊ നിന്റെ സ്വന്തം ഏട്ടനാണെന്ന് കരുതിയാ മതി. അരിയും കുഴമ്പും ചുരിദാറും കാശൊക്കെ കരക്കാർക്ക്. അവന് ഈ കാളയ്ക്ക് 2 മണി വാങ്ങാൻ പറഞ്ഞിട്ട് മിണ്ടിയിട്ടില്ല. അങ്ങോട്ട് പോകാനാണ്. കട്ടവണ്ടി കട്ടവണ്ടി കാളവണ്ടി. മായ അവിടെ ഇല്ല. അവള് നിന്റെ വീട്ടിലാ. അമ്മ അവിടെ തനിച്ചുള്ളൂ എന്ന് പറഞ്ഞ അവള് നിന്റെ വീട്ടിലോട്ട് പോയി. എന്നാ ഞാൻ തോട്ടത്തിൽ പോയി ഈ മരുന്നൊന്ന് തെളിച്ചിട്ട് വരാം. അല്ല, അവൻ അത്രയ്ക്കും ടാറ്റയോ ബിർലയോ ഒന്നല്ലല്ലോ. ആ വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവനെ വാങ്ങിച്ചു കൊടുക്കണത്. അല്ല പുന്നമ്മേ, റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന പോലെ അനീറ്റിമാര് കൈ നീട്ടി ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കണത്. ഛേ, എനിക്ക് എന്റെ തോലുരിഞ്ഞു പോയി. നാട്ടില് വേറെ ആമ്പിള്ളേരും പ്രേമിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്. അതുപോലെയാണിത്. കെട്ടുന്നതിന് മുൻപ് അവൻ ആ വീട്ടിൽ നാഥനായി, കെട്ടിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ നാഥല്ല ഉണ്ടാവും. ഛേ, ഓർക്കുമ്പോ എന്റെ തോലുരിഞ്ഞു പോവാ. അപ്പപ്പോ തോലുരിയ നീ എന്താ വല്ല പാമ്പ് സർപ്പമറ്റാണോ? രാവകലോളം അവന്റെ കൂടെ നടന്നിട്ട് ഇത്തിരി സമയം കിട്ടിയ അവനെ പറ്റി പരദൂഷണം. ഇത് ശരിയാണോ മണി? അത് ശരി. അപ്പൊ നിങ്ങൾ ഒറ്റ കെട്ടാണല്ലേ? എന്താ? അല്ല, അവന്റെ ഈ പോക്ക് പാതാളത്തിക്കാന്ന് ഞാൻ പറഞ്ഞോളൂ. അല്ല, ഞാനേ പാതാള ഭൈരവിയുടെ കഥ പറയായിരുന്നേ. അതെ, ബാക്കി ഞാൻ പറഞ്ഞടാ. അമ്മയടുത്ത് നിന്റെ ഒരു പരദൂഷണം. ഞാൻ ഇടിക്കൂട്ടോ. നീ എന്നെ ഇടിക്കുമല്ലേ? ആ ഇതല്ല അരിടി. അപ്പുന്നമ്മ ഞാൻ പിന്നെ വന്ന് ഇടിച്ചേട്ടാ. അല്ല, ഈ നേരം വരെ ഈ വീട്ടിലൊരു കട്ടൻ കാപ്പി പോലും ആയില്ലേ? ദാ ഇപ്പൊ കൊണ്ടു. അമ്മയാവുന്ന എടുക്കണ്ട, ഞാൻ എടുത്തോളാം. അപ്പോ
എന്തോ അവളകത്തില്ല. ആരോ അയ്യോ പാവം, അധികം വിളച്ചെടുക്കല്ലേ. പിന്നെ എവിടെ പോയി? ആര്? ഞാൻ കെട്ടാൻ പോണ പെണ്ണ് അധികം വിളിച്ചെടുക്കല്ലേ. കുറെ കടക്കാച്ചി പിള്ളേരോടൊപ്പം ഇറങ്ങിയിട്ടുണ്ട്. അവരെക്കാളും ചെറിയ കുട്ടിയെന്ന വിചാരം. അവള് തുള്ളിച്ചാടി നടക്കട്ടെ, അതിന് അമ്മയ്ക്കെന്താ? അമ്മായിമ്മ പോലും ഇപ്പോഴും തുടങ്ങിയില്ലേ? പോടാ അവിടുന്ന്. ഞാൻ അവിടെ രണ്ടു വരാം. ആ എന്താ പരമേശ്വരെ, കൊട്ടാരത്തിനൊന്നും കിട്ടണ്ടായോ? ഏയ്, കൊട്ടാരത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടിയാലും ശരിയാ, കേശവുള്ളച്ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു ചായ ചെന്നെങ്കിലേ എനിക്ക് വയറ്റിന്ന് പോകും. എവിടെ വരെ ആയി കൊട്ടാരത്തിലെ ഒരുക്കങ്ങള്? ഗംഭീരായിട്ട് നടക്കുന്നുണ്ട്. പടിയേറ്റിന്റെ ദിവസം ഇങ്ങ് എത്തിയാ മതിയായിരുന്നു. ആ ചടങ്ങുകളൊക്കെ കാണാൻ കണ്ണം കൊതിക്കുക. മൂന്ന് ചായ, രണ്ടെണ്ണം ഇരിക്കുക. ചേട്ടൻ കൊട്ടാരത്തിലെന്ന് തോന്നുന്നു. അതെ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു നാം. നമസ്കാരം. ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടല്ലോ, ഇത്ര ആളുകൾ ഇന്നും ഉണ്ടാവോ? ഏയ്, അവരൊക്കെ പടിയേറ്റ് പ്രമാണിച്ച് വന്നവരാ, എല്ലാം ബന്ധുക്കളാ. പടിയേറ്റാ അതെന്തിട്ടാ? പേര് കേട്ട വിവരദോഷികളാണെന്ന് തോന്നുന്നു. കൊട്ടാരത്തിൽ അനന്തരാവകാശി ഒരു പെണ്ണിനെ ദത്തെടുക്കാൻ പോവാ. ആ ചടങ്ങിനെ പടിയേറ്റെന്നാ ഇവിടെ പറയണേ. നമ്മളെ പോലല്ലോ, അവര് രാജാക്കന്മാരല്ലേ, അതുകൊണ്ട് എല്ലാത്തിനും പ്രത്യേകം പേരുകളുണ്ട്. കല്യാണത്തിന് പള്ളിക്കെട്ടെന്നാ പറയണേ, അതുപോലെ കിടപ്പറയ്ക്ക് പള്ളിയറ, ഉറങ്ങുന്നതിന് പള്ളിയുറക്കം. അപ്പൊ ഈ കൂർക്കം വലിക്കുന്നത് പള്ളിക്കൂർക്കം. മതി, വിടുവായത്തം വേണ്ട. രാജ്യവും അധികാരവും പോയെങ്കിലും രാജാവ് രാജാവ് തന്നെയാ. കളിച്ചാ ശരിക്കും കളി പഠിപ്പിക്കും. അവരൊരു തമാശ പറഞ്ഞല്ലേ ഏട്ടാ. ഈ ബന്ധുക്കളൊക്കെ രാത്രിയാവുമ്പോ പോവോ? അവര് പടിയേറ്റ് കഴിഞ്ഞിട്ടേ പോകും. അതിന്റെ 10 ഇരട്ടി ആള് വന്നാലും കൊട്ടാരത്തിലെ സ്ഥലം ബാക്കി ഉണ്ടാവും. അപ്പൊ രാത്രി രക്ഷയില്ല. എന്താ? ഏയ്, നിറയെ ആളുകൾ ഉള്ളതുകൊണ്ട് അവിടെ ഭയങ്കര രസമായിരിക്കും പറയായിരുന്നു. പിന്നെ കൊട്ടാരത്തിൽ ഇപ്പൊ ബഹുരസാ. ബോംബെയിലും ഡൽഹിയിലും കാനഡയിലും ഒക്കെ താമസിക്കുന്നവരാ എല്ലാം. 10-20 കൊല്ലം എത്ര എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുക പോലും ഇല്ല. എന്തൊക്കെ ആയാലും ഇതൊരു വലിയ സംഭവം തന്നെ. എവിടെയോ കിടന്നേച്ചൊരു പെണ്ണ് രാജകുമാരിയാവാൻ പോവല്ലേ? അതെ, ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിലേ ആ പെണ്ണ് യാതെങ്കിലും ഒരു കുഗ്രാമത്തിൽ യാതെങ്കിലും ഒരു നെത്തോലിയം കെട്ടി ജീവിക്കേണ്ടതല്ലേ? നത്തോലി നിന്റെ അച്ഛൻ. എന്താ? നത്തോലി നിന്റെ തന്ത. എനിക്ക് പോടാ. ആഹാ, അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ചേട്ടന്റെ കാശ് തന്നില്ല. ഏയ്, അവൻ കുടിച്ച ചായ എന്റെ വകയാ ചേട്ടാ. വാ. ഈ ഗേറ്റ് ചാടാം, അല്ലാതെ വേറെ വഴിയില്ല. എന്നിട്ട് മായ എവിടെയാണെന്ന് കണ്ടുവച്ചാലേ അവളെ കൊണ്ട് ചാടാൻ പറ്റൂ. അപ്പോ ഇത് വേണോ? എനിക്ക് പേടിയാവണ്ട. അതിനകത്ത് വെച്ച് അങ്ങനെ പിടിക്കപ്പെട്ട അവരെല്ലാരും കൂടി തല്ലിക്കൊല്ലും. കൊല്ലണെങ്കിൽ കൊല്ലട്ടെ, നിനക്ക് പേടിയാണെങ്കിൽ നീ പൊയ്ക്കോ. എന്തായാലും അവളെ കൊണ്ട് ഞാൻ ഇവിടുന്ന് മടങ്ങും. അനക്കൊന്നും കേൾക്കാനില്ല. എല്ലാവരും ഉറങ്ങിക്കാണെന്ന് തോന്നണേ. എല്ലാവരും ഉറങ്ങുമെന്ന് എനിക്കറിയില്ല, പക്ഷെ തോക്ക് പിടിച്ചിരിക്കുന്ന ആള് നല്ല ഉറക്കാ. ഉറങ്ങിക്കോട്ടോ. ഇതാരീ പച്ച പാതിരക്ക് ഇരുന്ന് ചണ്ടോട്ടണത്? ആശം, ഇതിപ്പോ എല്ലാരും ഉണരുമല്ലോ. ഇതിലെ പോവാ. ഓ, ചതിച്ചു കഥകളി. ഇനി ഇത് തീരാതെ ഒറ്റെണ്ണം ഉറങ്ങില്ല. പണ്ടാറം എപ്പ തീരും? ഇത് തീരണമെങ്കിൽ കോഴി കൂടണം. ഇറങ്ങിയ വന്നപ്പോ ഒരു കോഴിനും കൂടി കൊണ്ടുവരായിരുന്നു. മായയെ കാണാനില്ലല്ലോ, ശരിക്കും നോക്കടാ. ഞാൻ നോക്കണ്ട, പക്ഷെ എനിക്ക് ചില മുദ്രകൾ മനസ്സിലാവില്ല. ആ കൂട്ടത്തിൽ മായ ഉണ്ടോ നോക്കാൻ. ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ എന്നെ അങ്ങനെ തിരിച്ചറിയാനാ? ഒരു ജാതി മുഖംമൂടിയും കിരീടവും. നീ ഇങ്ങോട്ട് വന്നേ. ആ കൂട്ടത്തിൽ മായയെ കാണാനില്ല, അവളുടെ വീട്ടുകാരും ഇല്ല. അവരൊക്കെ വേറെ ഏതോ ഭാഗത്താന്ന് തോന്നുന്നു. ഈ തക്കത്തിന് നമുക്ക് അകത്ത് കയറി നോക്കിയാലോ? എന്നാ വാ വാ. കരിമ്പൂതം. ഇവിടത്തെ മുഴുവൻ മുറികൾ നോക്കി തേനിയിൽ ചുരുങ്ങിയത് ഒരു കൊല്ലെങ്കിലും വേണ്ടി വരും. നീ ആ ഭാഗത്ത് പോയി നോക്ക്, ഞാൻ ഈ ഭാഗത്ത് പോയി നോക്കാം. ഞാൻ ആ
ഭാഗത്ത് അങ്ങനെ മായന കാണണമെങ്കിൽ ഉറക്ക വിളിച്ചു കൂകാം. കുളമാക്കും വെച്ച കൊന്നുകളെ ഞാൻ. നീ നോക്കടാ അതൊക്കെ സാമ്യമകന്നോരുദ്യാനം എത്രയും അഭിരാമം ഇതിനുണ്ടതു ന്യൂനം. കാമ്യം നിനയ്ക്കുന്നാകിൽ ഭുജം ഞാനിവിടെ നേരത്തെ സ്ഥലം പിടിച്ചിരിക്കുക അല്ലയോ? കൊള്ളാം. ഞാൻ വിചാരിച്ചു ഞാനാവും ആദ്യം എത്തുകയെന്ന്. ഏതായാലും സന്തോഷായി. ഇപ്പഴാവുമ്പോ കുട്ടികളുടെ ശല്യവും ഇല്ല. അമ്പുജം 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 എന്തിനാടി എതിർക്കുന്നേ? എന്റെ പൊന്നേ, ഇവിടെ ഒന്നും ആരുമില്ല. ഒക്കെ കഥകളി കാണാൻ പോയിരിക്കുവാ. എന്റെ ഈശ്വര, ആരാ ഇവള്? അമ്പുജം, ആഹാ, സത്യം പറ, ആരാടിയവൻ? അതാ എനിക്ക് അറിയേണ്ടത്. സത്യം പറ, ആരാ ഇവള്? സത്യം പറഞ്ഞോളും. അവിടെ നിൽക്കാം. നിക്കടി അവിടെ. നിൽക്കണം അവിടെ. നിക്കടി അവിടെ. എടീ, നില്ലടാ അവിടെ. നില്ലടി അവിടെ. എന്താടാ ഇത്? ആരോ തല്ലിയതുപോലെ സ്വപ്നം കണ്ടു. അയ്യോ ഇതാരി. എടാ, ആരാത്? എന്താ 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 എന്താ? അയ്യോ, കളൻ കളൻ. കൊട്ടാരം മൊത്തളെ ഇനി എന്താ ചെയ്യാ? തൽക്കാലം പുറത്തേക്ക് ഇറങ്ങണ്ട. നമുക്ക് ഇവിടെ ഇവിടെ വിളിക്കാം. വരുന്നത് വരട്ടെ. അയ്യോ അയ്യോ, താനായിരുന്നു ഏഭൻ എന്റെ ഭാര്യയുടെ കിടപ്പറയിലെ. അളിയാ. അളിയാ, എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനില്ല, എണീക്കില്ല. വിശന്ന് ഹൃദയം പൊട്ടി ഞാനിപ്പോ ചാകും. വിശന്നിട്ട് ഹൃദയം പൊട്ടി ഇന്നേവരാരും ചത്തിട്ടില്ലടാ. അവസാനമായി എനിക്കൊരാഗ്രഹമുണ്ട്. നീയുമായി സുഖമായി ജീവിക്കണം. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേരിടണം. അത്രയും വേണോടാ? എടാ, നിന്നെ പോലെ തന്നെയല്ലേ ഞാനും. എനിക്ക് വിശക്കുന്നില്ലേ? കുറച്ചൊക്കെ സഹിക്കണോടാ. എന്റെ തമ്പ ചത്ത ഞാൻ സഹിക്കും. വിശപ്പ് സഹിക്കാൻ പറ്റില്ലടാ. പണ്ടാറടങ്ങാൻ എനിക്ക് വാ, പലതും കിട്ടുമെന്ന് നോക്കാം. വാടാ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? കഴിക്കേ. ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങൾ കളിക്കാൻ പോക്കോട്ടെ. വേണ്ട, മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് അനങ്ങിയിട്ടുണ്ട്. അടിച്ചു തോലിരിക്കും ഞാൻ. ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്കും മുഴുവൻ കഴിച്ചോണം കേട്ടോ. മാമന്മാരെ മനസ്സിലായ മക്കളെ? ഇങ്ങനെ ചോദിച്ച കുട്ടികൾക്ക് മനസ്സിലാവില്ല. നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കിൽ എഴുന്നള്ളിക്ക്. മാമന്മാരെ മനസ്സിലായ അമ്മയാക്കൾക്ക്. ശവം മാറി. നിങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ? കളിച്ചാൻ പോണോ? ആഹാരം കഴിച്ചിട്ട് നമുക്ക് കളിക്കാൻ പോവാ. ആഹാരം കഴിക്കണ്ട എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാ. അങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ അങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതാ അങ്ങനെയല്ല, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ശരിക്കില്ല. നോക്കി നിൽക്കാതെ നടക്കുക. ഒന്ന് നിൽക്കുക. ക്ഷമിക്കണം, എനിക്ക് ആളെ മനസ്സിലായില്ല. സാരമില്ലെന്നോ ക്ഷമിച്ചിരിക്കണോ. അല്ല, ഒന്ന് പരിചയപ്പെടുന്നതിൽ വിരോധമുണ്ടോ?
പക്ഷെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടേ പറ്റൂ. നീ ആരാടാ? അവനൊന്നും ചെയ്യണ്ട, അവൻ എന്റെ കൂടെ വന്നതാ. ഞാൻ അവന്റെ കൂടെ വന്നതാ. അച്ഛാ ദേ അവൻ. ആരെ? എന്റെ കഴുത്തിന് പിടിച്ചല്ലേ ആ ദുഷ്ടൻ. ഹലോ. എന്താ ഇവിടെ? ഇയാളെ അറിയോ? ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ആരാന്ന് ചോദിച്ചിട്ട് പറയണില്ല. ഇത്രയും നേരം ഞാനിവിടെ പ്രതിമ പോലെ നിന്നു കൊടുത്തു. ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച്. ഇവർക്ക് ആർക്കും എന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, അർത്ഥമില്ല. അതെ, ഒരു നിമിഷം പോലും നോമ ഇവിടെ നിൽക്കില്ല. നടക്കുക, അങ്ങോട്ട് മാറുക, നിൽക്കുക. വല്യമ്മാമേ, എനിക്ക് മനസ്സിലായില്ല കുട്ടി. വല്യമ്മാമേ, വല്യമ്മാമ എങ്കിലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ. നല്ല വല്യമ്മ, സ്നേഹമുള്ള വല്യമ്മ. 5 വയസ്സുള്ളപ്പോ കണ്ടതാ ഞാൻ ഇവനെ. ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. അതാ രക്തബന്ധം എന്ന് പറയുന്നത്. വീരേന്ദ്രനോ? അതെ, ഏത്? ദില്ലിയിലെ? അത് തന്നെ, പത്മിനി തമ്പുരാട്ടിയുടെ മകൻ. കൂടെ അവളും വന്നിട്ടുണ്ടോ പത്മിനി? ഇല്ല. അമ്മ എന്താ വരാഞ്ഞേ? അത് അമ്മയ്ക്ക് നല്ല സുഖമില്ല. എന്താ അവൾക്ക്? ഒന്നുമില്ല, ഒരു പനി. ഇയാളാരാ? എന്റെ സ്നേഹിതനാ മണി. മണിയും ഡൽഹി തന്നെയാ? അതെ. മണി എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കാളവണ്ടി. കാളവണ്ടിയോ? കാളവണ്ടിയല്ല, കാലാബണ്ടി. ഡൽഹിക്ക് അടുത്തുള്ള ഗ്രാമ, അവിടെ അവന് ജോലി. ഓ, കാലാവണ്ടി കേട്ടിട്ടുണ്ട്. മുഖം കാണിക്കാൻ പറഞ്ഞു. വേണ്ടട്ടോ, മോന്തക്കിട്ട് തല്ലാനിരിക്കും. വരിക, തിരുമനസ് കാത്തിരിക്കുക. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഇങ്ങടൊക്കെ വരാൻ? അത് പിന്നെ അമ്മ പറഞ്ഞിട്ടാ. ഇപ്പോ 10-20 വർഷമായില്ലേ? കൃത്യമായി പറഞ്ഞാൽ 23. 148 കർക്കിടകം 15 അന്നാ നിന്റെ കയ്യും പിടിച്ച് പത്മിനി ഇവിടുന്ന് ഇറങ്ങിയത്. എത്ര വട്ടം കത്തയച്ചു, ആളെ അയച്ചു, അപ്പോഴൊന്നും വരണമെന്ന് തോന്നിയില്ല അല്ലേ? തനിക്ക് എന്നെ വേണ്ടെങ്കിലും അങ്ങനെ അവഗണിക്കാൻ എനിക്ക് വയ്യല്ലോ. എപ്പോഴും തന്നെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്. അറിഞ്ഞതൊന്നും ഒട്ടും നല്ലതല്ല. ജയിലിൽ നിന്ന് എപ്പോ ഇറങ്ങി? ജയില? എന്നോടൊന്നും വിളിക്കണ്ട. എന്റെ അനന്തരവൻ ഡൽഹിയിലെ തെരുവുകൾ ഭരിക്കുന്ന റൗഡിയാണെന്ന് കേട്ടപ്പോ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ? പിന്നെ ലണ്ടനിലേക്ക് പത്മിനി തന്നെ അയച്ചതും അവിടെ ഉള്ളവർ തന്നെ ഇങ്ങോട്ട് തിരിച്ചയച്ചതും ഒക്കെ അറിയുന്നുണ്ടായിരുന്നു. ഒടുവിൽ ജയിലിൽ കിടന്നതും. അയ്യോ, അതൊക്കെ വെറുതെ ആരാണ്ട് പറഞ്ഞിട്ടാക്കിയതാണ്ടാ. ആ. ജയിലിൽ പോയിട്ട് ഇന്നേവരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ കയറിയിട്ടില്ല. ദില്ലി വാലയുടെ ഭാഷ തനി നാടനാണല്ലോ. അത് പിന്നെ ഈ നാടൻ ഭാഷ, നാടൻ ഭക്ഷണം, നാടൻ പാട്ട്, ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ. ഏതായാലും തനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നില്ലോ. ആദ്യം കണ്ണടയും മുമ്പ് ഇയാളെ ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സ് നിറഞ്ഞു. പത്മിനിക്ക് അവക്കിപ്പോഴും പിണക്കം മാറിയില്ലാന്നുണ്ടോ? എനിക്കറിയില്ല. തീർത്ഥയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശ്രമിച്ചോളൂ. പിന്നെ പറയാണ്ടെങ്കിലും പോകരുത്. ഇയാളോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. എനിക്ക് അങ്ങോട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് മറ്റൊരു സന്ദർഭത്തിലാവാം. അത് ശരി. അതിശയം തന്നെ. പല മാറ്റങ്ങളും കാണുന്നുണ്ട്. മായ ഇവിടെ കാലുകുത്തിയ പിന്നെ എല്ലാം ഒന്ന് ശരിയായി വരും പോലെ. നിനക്ക് അപ്പ തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനില്ലേ? ഞാനും ആലോചിച്ചതാ. പക്ഷെ മായ എന്റെ കൂടെ ഇറങ്ങി വരാൻ കൂട്ടാക്കില്ലെങ്കിലോ? ഏതായാലും കൊട്ടാരത്തിൽ കഴിയാനുള്ള അവസരമായില്ലേ. ഇനി സാവകാശത്തിൽ സത്യം മായയെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുവരെ 26 അപ്പു ദില്ലി വാല വീരേന്ദ്രനാവണം. അന്ന് നമ്മൾ ചായക്കട വെച്ച് കണ്ടവനല്ലേ ഇവൻ? കുഴപ്പമുണ്ടാക്കോ? ഹിന്ദി തീരെ വശമില്ലല്ലേ? ഹിന്ദി
ഹിന്ദിയിൽ ഇങ്ങനെ കാണിച്ച അടുത്തേക്ക് വരിക എന്നാണ് അർത്ഥം. മലയാളത്തിൽ ഇങ്ങനെ കാണിച്ചാലും അത് തന്നെ അർത്ഥം. ഞാൻ വരാതിരുന്നത് പേടിച്ചിട്ടാ. പേടിക്കണ്ട. ഡൽഹി തെരുവുകൾ അടക്കി ഭരിക്കുന്ന ഈ രാജകുമാരൻ സാധുക്കളൊന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ അന്ന് ചായക്കടയിൽ വെച്ച് നീ എന്നെ അപമാനിച്ചപ്പോ ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ നിന്റെ കഴുത്ത് മുറിച്ചെടുക്കുമായിരുന്നു. ആളറിയാതെ ഞാൻ, എന്നോട് ക്ഷമിക്കണം. നിന്നോട് ക്ഷമിക്കാൻ നാം ശ്രമിക്കാം. പക്ഷെ നീ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു തരേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാൻ കൽപ്പിച്ചോളൂ. ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടില്ലേ മായ? അവളുടെ അടുത്തേക്ക് ആരെങ്കിലും പോവുകയോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവന്റെ കരയിൽ ഞാൻ ബെൽറ്റ് ബോംബ് വെച്ച് പൊട്ടിക്കുന്ന ഇവിടെയുള്ള ഓരോരുത്തരെ നീ അറിയിക്കണം. പിന്നെ മായയ്ക്ക് രാവും പകലും നീ കാവലുണ്ടായിരിക്കണം. അവൾക്ക് എന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചാൽ അറിയാമല്ലോ നിന്റെ തല. അയ്യോ പറയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. പിന്നെ ആ ബെൽറ്റ് ബോംബിന്റെ കാര്യം ഒന്ന് എഴുതി തന്നെ. വേണ്ട പോലെ എല്ലാരെയും അറിയിച്ചോളാം. എഴുതി കൊടുത്തേക്കൂ. ഫോളോ